ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ എന്ന് പറയുന്നത് ബഷീർ ബഷീയുടെ BB ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസ് ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ആ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എവിടെയെങ്കിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കാം. സോ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരേക്കും വൈറ്റനിങ് ക്രീംസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത് അനുസരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്രീം മേടിച്ച് യൂസ് ആക്കുന്നതെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം തൊട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് ത്രൂ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ വരുന്നുണ്ട്. അതായത് മെസ്സേജസ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആക്ച്വലി. സോ അതെന്താണ് മെസ്സേജസ് എന്ന് വെച്ചാൽ, ഒരുപാട് പെൺകുട്ടികൾ എന്ന് പറയുമ്പം ഇൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 വയസ്സ് 20 വയസ്സ്, അതായത് ആ ഒരു ഏജിനുള്ളിലുള്ള ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മെസ്സേജസ് എന്ന് പറയുന്നത് കണ്ടാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. ബിക്കോസ് ഇവർക്കൊക്കെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ബിക്കോസ് വേറൊന്നും അല്ല, ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ബഷീറുടെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയ കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്നോട് ഒരുപാട് പേര് മെസ്സേജ് വഴി വന്നു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പെൺകുട്ടികൾ വെളുക്കണം, അതായത് കറുത്തിരിക്കുന്നത് ഇൻസെക്യൂർ ആണെന്ന് കരുതുന്നത്. അതായത് അവരുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്സായാലും കൊളീഗ്സ് ആയാലും അവരുടെ കൂടെ പഠിക്കുന്നതും നാട്ടിലുള്ളവരും എല്ലാവരും ഈ കറുത്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ട്, മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഏതാണ്? വൈറ്റ്, വെള്ള അല്ലെങ്കിൽ വെളുത്തിരിക്കുന്നതാണ് പ്രൈം. എല്ലാം വെളുത്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി ഗൈസ്, സീരിയസ്ലി. ബിക്കോസ് ഒരുപാട് പേര് എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ ഞാൻ കറുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെളുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് മേടിച്ച് യൂസ് ചെയ്ത ക്രീംസ് ഫൈസ, സ്കിൻ ടോൺ, സ്കിൻ ഷൈൻ, ഇതുപോലെ തന്നെ ബഷീറുടെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തവരുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് പോലും അറിയാത്ത ബ്രാൻഡിലുള്ള യൂത്തിൻ്റെ വൈറ്റനിങ് ഫേസ് ക്രീം ഇടയ്ക്കൊരിക്കൽ ഭയങ്കര രീതിക്ക്, അതായത് വൃക്കയൊക്കെ അടിച്ചു പോയി കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന ക്രീംസിനെയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കിഡ്നിയൊക്കെ അടിച്ചു പോകുന്ന തരത്തിലുള്ള ക്രീംസ് എന്ന് പറയുന്ന ഈ യൂത്ത് വൈറ്റനിങ് ഫേസ് ക്രീമൊക്കെ ആയിരുന്നു. സോ അതും ഒരുപാട് അതിനെക്കുറിച്ച് ന്യൂസ് ഇടയിലുണ്ടായിരുന്നു. സോ അതൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു ക്രീം മാത്രമല്ല സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, പല വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയ പിള്ളേരെന്ന് പറയുമ്പോൾ ഈ പറയും പോലെ ഏജ് ഗ്രൂപ്പ് ഇൻ ബിറ്റ്വീൻ 15-20 ആ ഒരു ഏജ് ഗ്രൂപ്പിനുള്ളിലുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 10-15 വയസ്സായിട്ടുള്ള ഈ പെൺപിള്ളേരൊക്കെ പോയിട്ട് ഇങ്ങനത്തെ വെളുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീംസിൻ്റെ ചതിക്കുഴിയിലൊക്കെ പോയി പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്ന പിള്ളേരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് അത്രയും വിഷമം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വീണ്ടും എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് വൈറ്റനിങ് ക്രീംസ് പറഞ്ഞു തരൂ, എനിക്ക് വെളുക്കണം. ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധവും എനിക്ക് കിട്ടിയ 8ൻ്റെ പണിയുമായിരുന്നു. സോ അത് ഇനി ആരും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജസ് സ്റ്റിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും എനിക്ക് വെളുക്കണം, നല്ലൊരു വൈറ്റനിങ് ക്രീം പറഞ്ഞു തരാമോ എന്നാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ, നമുക്കതെല്ലാം ഓക്കെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ വൈറ്റനിങ് ക്രീംസിൻ്റെ ചതിയിൽ പെട്ടിട്ട് പോയ പെൺപിള്ളേരുടെ അവസ്ഥ, ലൈക്ക് വെളുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വൈറ്റനിങ് ക്രീംസ് മേടിച്ച് യൂസ് ചെയ്തു. ഫൈനലി അവരുടെ ഫേസ് കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ആ ലെവലിൽ അവരുടെ ഫേസ് കുരുവൊക്കെ വന്ന് നല്ല പഴുത്ത് പൊട്ടി ആ ലെവലിനൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ അവർക്ക് പിന്നെ ഈ വൈറ്റനിങ് ക്രീംസ് ആണ് യൂസ് ചെയ്തതെന്ന് പുറത്ത് പറയാനും പറ്റില്ല, കാരണം ഇതെല്ലാം സ്കൂളിൽ പഠിക്കുന്നതൊക്കെ പെൺപിള്ളേരാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ എനിക്ക് പെൺകുട്ടികളുടെ മെസ്സേജ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ വീട്ടിലൊന്നും പറയാൻ പറ്റില്ല, കാരണം ഉള്ള പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഈ വൈറ്റനിങ് ക്രീം പോയി മേടിക്കുന്നത്, അതായത് വെളുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി. അപ്പോൾ ഇത് മേടിച്ച് യൂസ് ആക്കിയിട്ട് ഫേസിൽ പണി കിട്ടി, അതായത് ഫേസ് ഫുൾ കുരുവന്ന് പഴുത്ത് പൊട്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പം ഇത് ഞാൻ വൈറ്റനിങ് ക്രീംസ് ആണ് യൂസ് ചെയ്തതെന്ന് ഫാമിലി മെമ്പേഴ്സിന് പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല ഈ ഒരു ഏജിൽ. അപ്പോൾ അവർ മെസ്സേജ് അയക്കുവാണ്, ചേച്ചി എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിങ്ങനെ 8ൻ്റെ പണി കിട്ടി, എനിക്കിത് മറ്റാരോടും പറയാൻ പറ്റില്ല, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ തന്നെ അതിശയിച്ച് പോയി ഗൈസ്. ഇനി എന്താണ് ചെയ്യുക? കാരണം ഇവർക്ക് ഫാമിലിയിലോട്ട് കുഞ്ഞു പിള്ളേരല്ലേ,
അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ എത്രയാണ് ക്യാഷ് ഉണ്ടാവുക, അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, നിങ്ങൾ കൂടുതൽ പാനിക് ആവണ്ട. ചിലർക്കൊക്കെ ഞാൻ മെസ്സേജിൻ്റെ റിപ്ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ പാനിക് ആവണ്ട, നല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് കുറേ അധികം നമുക്കിത് ക്യൂർ ചെയ്തെടുക്കാം. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനത്തെ വൈറ്റനിങ് ക്രീംസിൻ്റെ ബാക്ക് ടു യൂസിലോട്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. സ്റ്റോപ്പ് ചെയ്യണം, ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ കുറേ പേർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ജനറേഷൻ എന്ന് മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിലെ പെൺപിള്ളേർ അല്ലെങ്കിൽ പിള്ളേർ ആ ഒരു ഏജ് ഗ്രൂപ്പ് സ്കൂളിലൊക്കെ ആണെങ്കിൽ, അതായത് റേസിസം ഒക്കെ കുറേ ഉണ്ടെന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലായി. കാരണം സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കലൊക്കെ കേട്ടിട്ട്, അതായത് നീ കറുത്തിട്ടാണ്, നിനക്ക് നിറമില്ല എന്നുള്ള ആ ഒരു കളിയാക്കലുകളൊക്കെ കേട്ടിട്ടാണ് ഇവർ പോയി ഈ പറയുന്ന വൈറ്റനിങ് ക്രീംസിൻ്റെ ചതിയിലൊക്കെ പോയി പെടുന്നത്. അപ്പോൾ ഈ ഒരു ബോധവൽക്കരണം അവർക്ക് സ്കൂളിൽ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം, കൃത്യമായിട്ടുള്ള അവയർനെസ് ഇതിനെക്കുറിച്ചിട്ട് കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരെ പഠിപ്പിച്ച്, അതായത് നിറത്തിലൊന്നുമല്ല കാര്യം, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് കാര്യം. അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റനിങ് ക്രീംസ് ഇങ്ങനെ ഡേ ബൈ ഡേ അഡ്വർടൈസ്മെൻറ്റും ബാക്കി കാര്യങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റും വൈറ്റനിങ് ക്രീംസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്ത് ഈ കുട്ടികളുടെ ഭാവി ഇനി എന്താവും? കാരണം ഒരുപാട് പേരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഇനി അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ആ ലെവലിൽ അത് ഡാമേജ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ. കുറേ അധികം നമുക്കറിയില്ല, നമുക്കിപ്പോൾ പരസ്യമായിട്ട് അവർക്കൊന്നും വന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. മാത്രമല്ല അവർക്കൊരു ഓപ്ഷൻ ഇല്ല സൊസൈറ്റിയിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനെനിക്ക് സംസാരിക്കുന്നത്. ഒരുപാട് കുട്ടികളാണ് വിഷമത്തോടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് അവരോട് എല്ലാവരോടും ഓപ്പണായിട്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീംസിൻ്റെ ചതിയിലൊന്നും പോയി പെടരുത്. കാരണം മേ ബി വെളുക്കുമായിരിക്കും, 1-2 ആഴ്ചയൊക്കെ വെളുക്കുമായിരിക്കും, അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് തന്നെ വെളുത്ത് നല്ല തുടുക്കും. പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ള തിങ്ങാണ്. ടെമ്പററി ആയിട്ടുള്ള വൈറ്റനിങ് മാത്രമേ നിങ്ങളുടെ ഫേസിൽ കിട്ടൂ. പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അതൊരു വെളുത്തിരിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ ഒരു വൈറ്റനിങ് നിങ്ങൾക്ക് ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് അത് തരത്തില്ല. മാത്രമല്ല അതിന് എല്ലാ വൈറ്റനിങ് ക്രീംസിനും ഡ്രോബാക്സും ഡിമെറിറ്റ്സും ഉണ്ട്, എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും. സോ അതൊക്കെ നോക്കിയും കണ്ടും തന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്കിന്നിനെയൊക്കെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സ്കിന്നും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻ സി സീറം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ വൈറ്റനിങ് ക്രീംസ് വെളുക്കാൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ്ലി മെയ്ഡ് ചെയ്ത് വരുന്ന, വെളുക്കാൻ എന്നുള്ള ആ ഒരു കാര്യത്തിന് മാത്രമായിട്ട് സെപ്പറേറ്റ്ലി മെയ്ഡ് ചെയ്ത് വരുന്ന ഈ വൈറ്റനിങ് ക്രീംസ് ദയവ് ചെയ്ത് വാങ്ങി യൂസ് ആക്കാതിരിക്കുക. ഇപ്പം അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കും അവർ ഭയങ്കര ഒറ്റ ദിവസത്തിൽ വെളുത്തു, 2 ദിവസത്തിലൊക്കെ വെളുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് മയക്കി നിങ്ങളത് പോയി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളും വെളുക്കും. പക്ഷേ അത് ഭയങ്കര ടെമ്പററി ആണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നിങ്ങളുടെ ഫേസിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ അത് സഫർ ചെയ്യാൻ മറ്റാരും കാണത്തില്ല, നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. സോ മാത്രമല്ല കുഞ്ഞു പിള്ളേരുടെ ഫേസൊക്കെ നമുക്കറിയാം. അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേബി സോഫ്റ്റ് സ്കിന്നായിരിക്കും. പക്ഷേ ഈ പറയുന്ന വൈറ്റമിൻ ക്രീംസ് ഒക്കെ വാരി തേച്ച് യൂസ് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്കിന്നിൻ്റെ ബാരിയറൊക്കെ ഭയങ്കര രീതിക്ക് നശിച്ച് സ്കിന്നൊക്കെ ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആരും തന്നെ വൈറ്റമിൻ ക്രീംസ് വാങ്ങി യൂസ് ചെയ്യരുത്. സോ ഇത് പറയാൻ വേണ്ടി നിങ്ങളോട് എല്ലാവർക്കും എനിക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഒരു ഒറ്റ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ വൈറ്റനിങ് ക്രീംസ് ദയവ് ചെയ്ത് ഒരു തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസ് വെളുക്കാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മേടിച്ച് യൂസ് ആക്കരുത്. നല്ല നല്ല ഹോം റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്താൽ. സോ കുട്ടികളായിട്ടുള്ള നിങ്ങൾ നല്ല ഹോം റെമഡീസും കാര്യങ്ങളും എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ വാരി ഫേസിലോട്ടൊക്കെ തേക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങുക. സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീംസ് വെളുക്കാൻ എന്നുള്ള ആ ഒരു പർപ്പസിന് മെയ്ഡ് ചെയ്തിരിക്കുന്ന വൈറ്റനിങ് ക്രീംസ് ദയവ് ചെയ്ത് വാങ്ങി യൂസ് ആക്കാതിരിക്കുക. സോ ഇത് പറയാനാണ് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും എല്ലാം വാരി തേക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം നോക്കിയും കണ്ടും മാത്രം ചെയ്യുക. കാരണം നിങ്ങളുടെ സ്കിന്ന് സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.